നമസ്കാരം. നിങ്ങൾക്കെല്ലാവർക്കും ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ യോനോ എസ് ബി ഐയുടെ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ അനായാസമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ സാധിക്കും എന്നാണ് ഈ വീഡിയോയിൽ കാണിച്ചു തരാൻ പോകുന്നത്. ആദ്യം തന്നെ നിങ്ങളുടെ യോനോ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു 3 ഡോട്ട്സ് കാണുന്ന ഒരു മെനു ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് ഓപ്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഡെപ്പോസിറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. ഡെപ്പോസിറ്റിൻ്റെ അകത്ത് നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ് ഇടേണ്ടത് കൊണ്ട് തന്നെ ഇവിടെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന് തിരഞ്ഞെടുത്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ എത്ര എമൗണ്ട് ആണോ ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ ആഗ്രഹിക്കുന്നത് അത് അവിടെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1,00,000 രൂപയാണ് ഇടുന്നത്. അതുകൊണ്ട് നമ്മൾ 1,00,000 എന്ന് എൻട്രി ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് നെക്സ്റ്റ് അടിച്ച് മുമ്പോട്ട് പോകാം. മുമ്പോട്ട് പോയി കഴിയുമ്പോഴത്തേന് എത്ര നാളത്തേക്കാണ് ഇടുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് 7 ദിവസം മുതൽ 10 വർഷം വരെ ഇതിനുള്ളിൽ ഒരു ടേൺ ഓവറിൽ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ സാധിക്കും. അപ്പോൾ താഴെ വ്യൂ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 7 തൊട്ട് 45 ദിവസം വരെ ഇടുന്നെങ്കിൽ 3.5, അതുപോലെ തന്നെ 365 ദിവസമാണ് ഇടുന്നെങ്കിൽ 6.80 ആണ് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 370 ദിവസമാണ്, അതായത് ഒരു വർഷവും 5 ദിവസം എന്നുള്ളതാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 370 ഡേയ്സ് എന്നാണ് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരം തിരഞ്ഞെടുത്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളോട് ചോദിക്കുന്നുണ്ട് നമ്മുടെ മച്യൂരിറ്റിയിലാണോ നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ട് വീണ്ടും ക്രെഡിറ്റ് ആകേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ക്രെഡിറ്റ് ടു അക്കൗണ്ട്, അതായത് ഒരു 370 ദിവസം കഴിയുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എമൗണ്ട് അക്കൗണ്ടിലേക്ക് വരുത്താം, അല്ലെങ്കിൽ വീണ്ടും റിന്യൂ ചെയ്യാം, പ്രിൻസിപ്പൽ ആൻഡ് റീപേ ഇൻട്രസ്റ്റ്, അങ്ങനെ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു 370 ദിവസം കഴിയുമ്പോഴത്തേനും FD ഇട്ടത് കംപ്ലീറ്റ് ആയിട്ട് വീണ്ടും അക്കൗണ്ടിലേക്ക് വരുന്ന രീതിയിലുള്ള ഓപ്ഷനാണ് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് എടുത്ത് മുമ്പോട്ട് പോകാം. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രസ്റ്റ് പേ ഔട്ട് ചെയ്യുന്നത് നമുക്ക് ഒന്നുകിൽ മന്ത്ലി ഇൻട്രസ്റ്റ് വേണമെങ്കിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് വീണ്ടും പിൻവലിക്കാൻ സാധിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ക്വാർട്ടർലി അല്ലെങ്കിൽ ഹാഫ് ഇയർലി. ഞാനത് മച്യൂരിറ്റി വരെയാണ് വെക്കുന്നത്. അപ്പോൾ 1,00,000 രൂപയ്ക്ക് നമുക്ക് ഒരു വർഷം കഴിയുമ്പോഴത്തേനും 7,075 രൂപയാണ് മച്യൂരിറ്റിയിൽ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. എത്ര എമൗണ്ട് ആണ് ഇട്ടത്, അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ മച്യൂരിറ്റി 14 മെയ് 2025 ഇത് കംപ്ലീറ്റ് ആയിട്ട് FD കംപ്ലീറ്റ് ആകുന്നത്. അതുപോലെ തന്നെ 1,00,000 രൂപ ഇട്ട് കഴിയുമ്പോഴത്തേനും 1,07,075 രൂപയാണ് നമുക്ക് FD ആയിട്ട് കിട്ടുന്നത്. 6.80 ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. ഇൻട്രസ്റ്റ് പേ ഔട്ട് അറ്റ് മച്യൂരിറ്റിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണാൻ സാധിക്കും. ടേംസ് ആൻഡ് കണ്ടീഷൻ ഒന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് കൺഫേം ക്ലിക്ക് ചെയ്തെടുത്ത് മുമ്പോട്ട് പോകാം. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, കൺഗ്രാജുലേഷൻ, നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് FD യിലേക്ക് പോയിട്ടുണ്ട് നമ്മുടെ എമൗണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ അക്കൗണ്ട്സിലെ സമ്മറിയിൽ നമ്മൾ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഇട്ടിരിക്കുന്ന എമൗണ്ട് കാണാൻ സാധിക്കും. FD ആയിട്ട് 6.80 ആണ് ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് മൊബൈൽ ഉപയോഗിച്ച് യോനോ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് SBIയിൽ നമുക്ക് ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നമുക്ക് FD ഇടാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.